ഹലോ, നമ്മുടെ പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പീക്കിംഗ് ചാലഞ്ചിന്റെ പാർട്ട് 10ാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതോടുകൂടി സ്പീക്കിംഗ് ചാലഞ്ച് അഥവാ സ്പീക്കിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് അവസാനിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ രീതിയിലുള്ള ക്ലാസ്സസും ഉണ്ടാവും. ഇനി ഗെയിം വീഡിയോസ് വരും, പിന്നെ കോൺവെർസേഷൻസ് വരും, സ്പീക്കിംഗ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസും വരും. അങ്ങനെ കുറെ സാധനങ്ങൾ ഇനി നമ്മൾ പഠിക്കാനുള്ള ടെൻസസ് വരാം, പാസീവ് വോയിസ് വരാം, യൂസേജസ് വരാം. അതൊക്കെ നമുക്ക് നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് എന്ത് എന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല, എന്തും ആവാം കേട്ടോ. ഇത്ര ദിവസം നമ്മൾ ചെയ്തത് ഒരു സീരീസ് ആയിട്ട് സ്പീക്കിംഗ് ചാലഞ്ച്, ബിഗിനേഴ്സ് ചാലഞ്ച് എന്നുള്ള ഒരു സീരീസ് ആയിരുന്നു. അപ്പൊ ആ സീരീസ് ഇനി ഉണ്ടാവില്ല, ഓരോരോ പുതിയ ക്ലാസ്സുകളായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേ ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് ബിഗിനേഴ്സ് ചാലഞ്ച്, സ്പീക്കിംഗ് ചാലഞ്ച് 2 സെക്ഷനിലെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷനിൽ നമ്മൾ ഈ സ്പീക്കിംഗ് ചാലഞ്ചിൽ ഇത്രയും ദിവസം പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോൺവെർസേഷൻ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നിതാ മിൽക്കുട്ടിയുടെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഒരു ഫാൻസിയിലേക്ക് പോകണം. അത്യാവശ്യം വലിയൊരു ഫാൻസിയാണ് കേട്ടോ. അപ്പോൾ ആ ഫാൻസിയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഷോപ്പ് കീപ്പർ നമ്മളോട് ഇങ്ങോട്ടായിരിക്കും എന്ത് പറയാ, ഒരു ഗ്രീറ്റിംഗ്സ് തരാം. രാവിലെയാണ് ചെല്ലുന്നതെങ്കിൽ എന്ത് പറയും? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് എന്ത് പറയും? ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലേ. ഗുഡ് മോർണിംഗ് പറഞ്ഞു. അത് കഴിയുമ്പോൾ അയാൾ നമ്മളോട് എന്താ ചോദിക്കുക? എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നോക്കാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ആർ യു സെർച്ചിങ് അങ്ങനെ ചോദിക്കാം. വാട്ട് ആർ സെർച്ചിങ് എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ചോദിക്കാറില്ല, കാരണം അത് നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം തരുന്നതിനാണ് വാട്ട് ആർ യു സെർച്ചിങ് എന്ന് പറയാം. ഇതിന് നമ്മൾ ലുക്കിംഗ് ഫോർ എന്ന് വേണമെങ്കിൽ പറയാം. ലുക്കിംഗ് ഫോർ കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം, ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. അപ്പോൾ ആയിരുന്നു I was searching beautiful gift. For a beautiful gift. ഞാൻ നല്ല ലുക്കിംഗ് ഫോർ ഇടണം. ലുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോർ ചേർക്കണം. I was looking for a beautiful gift. ആർക്കാണ്? എൻ്റെ ഫ്രണ്ടിന് വേണ്ടി. For my friend. എന്തിനാ? അവൾക്കൊരു ബർത്ത്ഡേ ഉണ്ടെന്ന് വിചാരിച്ചോ. അതെ, അപ്പൊ ഫോർ മൈ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ എത്തിയത് എൻ്റെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു അർത്ഥം അവിടെ കിട്ടും. കാരണം നമ്മൾ വേറെ എവിടേക്കോ കുറെ സാധനങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നിട്ടാണ് ഇവിടെ കയറി വന്നത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയാണ്, നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ നല്ല ഗിഫ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെ ചോദിക്കാ? നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ആദ്യം ചോദിക്കേ. നിങ്ങളുടെ കയ്യിൽ നല്ല ഗിഫ്റ്റുകൾ ഉണ്ടോ? Do you have നല്ല beautiful gifts നിങ്ങളുടെ ഷോപ്പിൽ? in your shop. അതാണ് നമ്മൾ പ്രിപ്പോസിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിൽ, നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെ പറയുമ്പോൾ ഇൽ എന്ന് കിട്ടുമ്പോൾ എന്താ അവിടെ കൊടുക്കണം എന്നൊക്കെ നമുക്ക് അപ്പം കത്തണം കേട്ടോ. അപ്പോൾ ഡു യു ഹാവ് എന്നാണ് നിങ്ങൾക്കുണ്ടോ എന്നാണ്. ഡു യു ഹാവ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടോ. ഇനി അത് നിങ്ങളുടെ ഷോപ്പിൽ എന്നും കൂടി കിട്ടാനായിട്ട് ഇൻ യുവർ ഷോപ്പ് എന്നും കൂടി ചോദിക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പറയാം. ഡു യു ഹാവ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ് ഇൻ യുവർ ഷോപ്പ്. നിങ്ങളുടെ ഷോപ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അയാൾ പറയും യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അയാൾ നമ്മളോട് ചോദിക്കുകയാണ്,
എന്ത് തരത്തിലുള്ള ഗിഫ്റ്റാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോ തരത്തിൽ നിന്ന് കിട്ടാനായിട്ട് കൈൻഡ് ആണ് നമ്മൾ കേട്ടോ. അപ്പൊ എന്ത് തരത്തിലുള്ള നമ്മൾ എങ്ങനെ പറയാ? What kind of gift വാട്ട് കൈൻഡ് ഓഫ് ഗിഫ്റ്റ്സ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? are you looking for? വാട്ട് കൈൻഡ് ഓഫ് ഗിഫ്റ്റ്സ് Are you ആർ യു looking ലുക്കിംഗ് ഫോർ? നിങ്ങൾ എന്ത് തരത്തിലുള്ള ഗിഫ്റ്റ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കണം. അപ്പോൾ നീ ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പിന്നെ യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ, അതായത് ഒരു പ്രത്യേകത ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരും കാണാത്ത, അതിനാണ് നമ്മൾ യുണീക്ക് എന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. Do you have unique items? ഡു യു ഹാവ് എനി യുണീക്ക് ഐറ്റംസ്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അയാൾ പറയും ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ യുണീക്ക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. എങ്ങനെ പറയും? ഞങ്ങളുടെ കയ്യിലുണ്ട് യുണീക്ക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഐറ്റംസ്. We have. Yes, we have. Yes, we have. നല്ല യുണീക്ക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള രണ്ടും ആൻഡ് ചേർത്ത് പറഞ്ഞാൽ മതി. Okay. Beautiful and unique gift items. Yeah, we have unique and beautiful items. അല്ലേ, ഞങ്ങളുടെ കയ്യിൽ യുണീക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് എന്ന് പറയണം. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഓ അത് കേട്ടതിൽ വളരെ സന്തോഷം എന്ന് പറയുന്നില്ലേ, അതിന് എന്താ പറയുന്നത് അറിയോ? ഓ ഇറ്റ്സ് സൗണ്ട്സ് ഗുഡ്. സൗണ്ട്സ് ഗുഡ് എന്ന് പറയും. ഇറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. ഇറ്റ് സൗണ്ട്സ് ഗുഡ്. സൗണ്ട് എന്താ? ഒച്ച. ആ ഒച്ച അപ്പൊ അത് കേട്ടതിൽ വളരെ സന്തോഷം നമുക്ക് പറയാം. ഇറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് പറയാം. അത് കേട്ടതിൽ നല്ല സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഗിഫ്റ്റ് എവിടെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കാം. അല്ലല്ല, അത് നമുക്ക് കാണിച്ചു തരുമെന്നുള്ളത് ലെറ്റ് മീ ഷോ എന്നാ പറയാം. ലെറ്റ് മീ ഷോ, എന്നെ ഒന്ന് കാണാൻ അനുവദിക്കുവോ എന്ന് ചോദിക്കാനായിട്ട് എന്നെ ഒന്ന് കാണിച്ചു തരുമോ. ദെൻ ലെറ്റ് മീ ഷോ ദിസ്. അത് ഷോ ഇറ്റ് വേണമെങ്കിൽ പറയാം. ലെറ്റ് മീ ഷോ ഇറ്റ്, അത് എന്നെ ഒന്ന് കാണിക്കൂ എന്ന് ചോദിക്കണം. ലെറ്റ് മീ ഷോ ഇറ്റ്. അപ്പോൾ ലെറ്റ് മീ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കാണാൻ അനുവദിക്കുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കമൻസ് വന്നിരുന്നതാണ്. അതായത് ഞാൻ ചായ കുടിക്കാൻ പോട്ടെ എന്ന് ഒരാൾ ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കുന്നത്? നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ എന്ന് എങ്ങനെ ചോദിക്കാം? ലെറ്റ്സ് ഗോ ഫോർ എ ടീ അല്ലേ. അത് പല രീതിയിലും ചോദിച്ചൂടെ എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് അസ് ആണ്. അസ് എന്ന് പറഞ്ഞാൽ നമുക്കാണ്. നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറയാനായിട്ട് ലെറ്റ് അസ് എന്നാണ് പറയാ. ലെറ്റ്സ് ഗോ ഫോർ എ ടീ, നമുക്കൊരു ചായക്ക് പോയാലോ. ഇനി ക്യാൻ വി ഗോ ഫോർ എ ടീ, അങ്ങനെയും പറയാം. നമുക്കൊരു ചായ കുടിക്കാൻ പറ്റുമോ, കഴിയുമോ എന്നാണ് അതിനർത്ഥം. അങ്ങനെയും ചോദിക്കാം. ഇനിയോ തിരിച്ച് ഇതിനെ ക്യാൻ ബി എന്നുള്ളത് ഷാൾ വി എന്നാക്കിക്കൂടെ, അങ്ങനെയും ചോദിക്കാം. ഷാൾ വി എന്നുള്ളതും അനുവാദം ചോദിക്കാനാണ്. ഷാൾ വി ഗോ ഫോർ എ ടീ. അപ്പൊ ക്യാൻ വി ഗോ ഫോർ എ ടീ, ഷാൾ വി ഗോ ഫോർ എ ടീ, ലെറ്റ്സ് ഗോ ഫോർ എ ടീ, ഇതൊക്കെ പല രീതിയിൽ നമുക്ക് തിരിച്ചു മറിച്ച് ചോദിക്കാം. ഒരേ അർത്ഥമാണ് കേട്ടോ. ലെറ്റ്സ് എന്നാണ്. ഇനി ഇതേപോലെ ഇതിന്റെ ഉത്തരം നമ്മൾ കൊടുക്കുമ്പോൾ എന്നാൽ നമുക്ക് പോകാന്നുള്ളത് പറയില്ലേ. അപ്പോൾ വി ക്യാൻ ഗോ ഫോർ എ ടീ എന്ന് പറയുന്നതും വി മേ ഗോ ഫോർ എ ടീ എന്ന് പറയുന്നതും അല്ലേ, നമുക്ക് പോകാന്നുള്ള അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ വി ക്യാന് പറയാം, വി മേ പറയാം, വി വിൽ എന്ന് പറയാം. അതൊക്കെ പറയുന്നതിന്റെ പെർസെൻറ്റേജ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമ്മൾ പറയണം വി വിൽ ഗോ ഫോർ എ ടീ, നമ്മൾ എന്തായാലും ചായക്ക് പോകും എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ വില്ലിടും. എന്നാൽ നമുക്കങ്ങ് പോവാം എന്ന് പറയുമ്പോൾ വി ഷാൾ എന്ന് പറയും. വി ഷാൾ ഗോ ഫോർ എ ടീ. നമുക്ക് ചായ കുടിക്കാൻ പോകാൻ പറ്റും. വി ക്യാൻ ഗോ ഫോർ എ ടീ. എന്നാ ഒരു പക്ഷെ നമുക്ക് പോയേക്കാം. വി മേ ഗോ ഫോർ എ ടീ. ഇങ്ങനെയൊക്കെ പറയാം. ഇതിൽ എന്ത് പറയുന്നു എന്നുള്ളത് ആ പറയുന്ന ആളുടെ ഔചിത്യത്തിനനുസരിച്ചിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ക്യാനാണോ വില്ലാണോ മേ ആണോ എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ അയാളോട് നമ്മൾ ചോദിച്ചു അതൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു അല്ലേ. ലെറ്റ് മീ ഷോ എന്ന് ചോദിച്ചു. അതൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അത് എവിടെയാണെന്നുള്ളതും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചു. വേർ ഈസ് ഇറ്റ്. അപ്പോൾ അയാൾ നമ്മളോട് പറയുകയാണ് അത് ഈ കൗണ്ടർ ഉണ്ടല്ലോ, ക്യാഷ് കൗണ്ടറിൻ്റെ അരികിൽ ഒരു ഷെൽഫ് ഉണ്ട്. ആ ഷെൽഫിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിൽക്കുക എന്നുള്ളതിന് ആ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് നിൽക്കുന്നു
ക്യാഷ് കൗണ്ടറിന്റെ അരികെ ഷെൽഫിന്റെ ഉള്ളിൽ എന്ന് പറയണം. അപ്പോ ദാറ്റ് ഗിഫ്റ്റ് നിൽക്കുക എന്നുള്ളതിന് സിറ്റുവേറ്റ്സ് എന്ന് വെച്ച് ചേർത്ത് പറഞ്ഞാൽ മതി. സിറ്റുവേറ്റ്സ് ദാറ്റ് ഗിഫ്റ്റ് സിറ്റുവേറ്റ്സ് beside the counter cash counter beside the cash counter in the shelf. in the shelf അങ്ങനെ പറയണം കേട്ടോ. beside the cash counter in the shelf, ക്യാഷ് കൗണ്ടറിന്റെ അരികിലുള്ള ഷെൽഫിന്റെ ഉള്ളിൽ അത് നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ ബിസൈഡ് യൂസ് ചെയ്തു, ഇന്നും യൂസ് ചെയ്തു. നമ്മൾ സത്യം പറഞ്ഞാൽ ആ കാഷ് കൗണ്ടറിന് അരിയില് അപ്പുറത്തൊരു ഇതുണ്ടല്ലോ, അതിന്റെ അങ്ങനെയാണ് നമ്മൾ പറയാ. പക്ഷെ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ ഗിഫ്റ്റ് എടുത്തു. അയാൾ ആ ഗിഫ്റ്റ് എടുത്തിട്ട് നമുക്ക് തന്നു. നമ്മൾ നോക്കുകയാണ്. അപ്പൊ നീ പറയാണ്, ഓ ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഇത് വളരെ മനോഹരമായിട്ടുള്ള അപ്പൊ ചോദിക്കുകയാണ്, ഇത് ഗ്ലാസ് ആണോ? ഇത് ഗ്ലാസ് കൊണ്ടുള്ള ഇതൊരു ഒരു ഒരു എന്താ പറയുക സ്കൾപ്ചറാണ് കേട്ടോ. അതായത് ഒരു രൂപമാണ്, ഗ്ലാസ് കൊണ്ടുള്ള ഒരു രൂപമാണ്. അപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, ഇത് എനിക്കൊരു സംശയം, ഇത് ഗ്ലാസ് തന്നെയാണോ അത് വേറെ എന്തെങ്കിലാണോ? ഇത് ഗ്ലാസ് കൊണ്ടുള്ള സ്കൾപ്ചറാണോ എന്ന് ചോദിക്കുകയാണ്. ആണോ? ഇത് ഗ്ലാസ് കൊണ്ടുള്ള സ്കൾപ്ചറാണോ? ഇതൊരു ഒറ്റ സാധനമാണ്. സ്കൾപ്ചർ എന്ന് ചോദിക്കണം കേട്ടോ. ഈസ് ഇറ്റ് ഗ്ലാസ് സ്കൾപ്ചർ? ഇത് ഗ്ലാസ് കൊണ്ടുള്ള സ്കൾപ്ചർ ആണോ എന്ന് ചോദിക്കണം. സ്കൾപ്ചർ മീൻസ് രൂപം. അപ്പോൾ അയാൾ പറയും യെസ്, അത് ഗ്ലാസ് കൊണ്ടുള്ള സ്കൾപ്ചറാണ് എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്കൾപ്ചർ കണ്ടിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരോട് പറയാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. I liked it very much. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അയാളോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഐറ്റംസും കൂടി ഉണ്ടോ? വില ചോദിക്കണ്ടേ? നമുക്ക് ഇതിന്റെ വില ചോദിച്ചു നോക്കാം. ഇതിന് എത്രയാ വില എന്ന് ചോദിക്കുകയാണ്. എത്രയാണ് വില? എത്രയാണ് ഇതിന്റെ വില എന്ന് ചോദിക്കുന്നതിന് ഹൗ മച്ചിലാണ് തുടങ്ങുക. ഹൗ മച്ച് ഈസ് ദ പ്രൈസ്? അങ്ങനെ ചോദിക്കാം. ഇതിന് ഏറ്റവും നല്ല വേ എന്താണെന്ന് അറിയോ? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിക്കണം. അങ്ങനെ തന്നെ ചോദിക്കണം. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇതിന്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് ദ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിക്കുക. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇതിന് എന്ത് വില ആണ് എന്നുള്ളത്. അപ്പോൾ ഉത്തരം പറയും, ഇതിന് ഏകദേശം ഇത്ര രൂപയാണെന്ന് പറയണം. അപ്പോൾ ഇറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രൈസ് പറയും. ഇറ്റ് കോസ്റ്റ് അറൗണ്ട്, അല്ലെങ്കിൽ ഇറ്റ് കോസ്റ്റ് RS എന്ന് പറഞ്ഞിട്ട് അതിന്റെ വില എത്ര വെച്ചാൽ പറയാം. അപ്പൊ അയാൾ പറയണേ റുപ്പീസ് പറയാം. ഇറ്റ് കോസ്റ്റ് ₹5,000. ഇറ്റ് കോസ്റ്റ് ₹5,000. ഇതിന് 5,000 രൂപയാണ് വില. ഓക്കെ. അപ്പോൾ അയാൾ ഈ 5,000 രൂപ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അത്രയും വലിയ ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു 2,000-നും 3,000-നും ഇടയിലുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിക്കണം. സൂപ്പറായി ഇരിക്കണം, ഭംഗിയുള്ളത് വേണം, നല്ല പ്രൈസും വേണ്ട. അതെ. അപ്പോൾ നമുക്കൊരു ഈ പ്രൈസിന്റെ ഇടയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 സാധനത്തിന്റെ ഇടയിൽ എന്നുള്ളതിന് എന്താ ഉപയോഗിക്കാം? ബിറ്റ്വീൻ. ഇൻ ബിറ്റ്വീൻ എന്ന് ചേർത്തിട്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഡു യു ഹാവ് an item you have an item between in between the price of 2,000 and 3,000. 2,000 and 3,000 ഇതിന്റെ ഇടയിലുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അയാൾ പറയും യെസ് ഷുവർ, ഞങ്ങളുടെ കയ്യിലുണ്ട്, എന്റെ കൂടെ വരൂ, പ്ലീസ് കം വിത്ത് മീ. അത് ആ ഷെൽഫിന്റെ മുകളില് റാക്കിന്റെ ഉള്ളിലുണ്ട് എന്ന് പറയണം. ഷെൽഫിന്റെ മുകളിൽ റാക്കിന്റെ ഉള്ളില്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പറയാം. അറിയോ, ഇതിന്റെ സൈഡില് അതിന്റെ ഉള്ളിൽ, ഇപ്പൊ ഇതിന്റെ ഉള്ളില് അല്ലല്ല, ഇപ്പൊ നമ്മൾ പറയുന്നത് അതിന്റെ മുകളില് അതിന്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പൊ മുകളിൽ എന്ന് പറയാനായിട്ട് എന്താ വാക്ക്? ഒരു സാധനത്തിന്റെ മുകളിൽ എന്ന് പറയാനായിട്ട് എബവ്. അപ്പൊ ഷെൽഫിന്റെ മുകളിലാണെങ്കിൽ എബവ് ദ ഷെൽഫ്. ഇനിയോ റാക്കിന്റെ ഉള്ളിലാണെങ്കിലോ ഇൻ ദ റാക്ക്. അത്രേ ഉള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ഗിഫ്റ്റ്. അപ്പോ
The gift. That gift. Gift ആണെങ്കിൽ that gift. That gift. That gift situates. That gift situates above the shelf. In the rack. റാക്കിന്റെ ഉള്ളില് ഷെൽഫിന്റെ മുകളിലായിട്ടാണ് ആ ഗിഫ്റ്റ് ഉള്ളത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ആ സാധനം ആ ഗിഫ്റ്റും പോയി കാണുകയാണ്. ഓക്കെ, നമ്മൾ കണ്ടു ആ ഗിഫ്റ്റ് പോയി അവിടെ പോയി കണ്ടു. അപ്പൊ അതൊരു മരത്തിന്റെ ഗിഫ്റ്റ് ആണ്. മരത്തിന്റെ ഒരു സ്കൾപ്ചർ അവിടെ ഉള്ള പോലെ തന്നെ അവിടെ ഉള്ള പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ കണ്ട ഗ്ലാസിന്റെ ആണ്, ഇതിന്റെ സെയിം സാധനം മരത്തിന്റെയാണ് അവിടെ കണ്ടത്. ഓക്കെ, അപ്പൊ അയാള് അതിന്റെ വിലയൊക്കെ പറഞ്ഞ് നമുക്ക് ആ വിലയൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു 2000 2000 3000 ഇടയിലാണ്. അപ്പൊ നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, ഇതില് ഏതാണ് ബെറ്റർ? ഇത് രണ്ടും കൺഫ്യൂഷൻ ആയല്ലോ. അപ്പൊ അയാളോട് ചോദിക്കുകയാണ്, ഇതിലേതാണ് ബെറ്റർ? ഏതാണ് ബെറ്റർ? ഓക്കേ, വാട്ട് ഈസ് ദ ബെറ്റർ? എന്താണെന്നല്ല, ഏതാണ് ബെറ്റർ? which is the better? ഇതിലേതാണ് ബെറ്റർ എന്ന് ചോദിക്കുക. which is the better? അപ്പൊ അയാൾ പറയാണ് ബെറ്റർ ഈ ഗ്ലാസിന്റെയാണ് ബെറ്റർ. പക്ഷെ ഇത് പൊട്ടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ മരമായിരിക്കും ഡ്യൂറബിൾ ആയിട്ടുള്ള സംഭവം. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ കുറെ കാലം നിലനിൽക്കുന്ന സാധനം. അപ്പൊ നമുക്ക് പറയാം, അയാൾ പറയാണ് ദ ബെറ്റർ വൺ ഈസ് the glass item, but the wooden item is durable. ഇത് വുഡൻ ഐറ്റംസ് നല്ല ഡ്യൂറബിൾ ആയിരിക്കും എന്ന് പറയാം. അത് പൊട്ടില്ല, നിലത്ത് വീണൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് അത് ഓക്കെ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ മരത്തിന്റെ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യില് കാർഡ് പേയ്മെന്റ് ഉണ്ടോ? പൈസ കൊടുക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ കാർഡ് പേയ്മെന്റ് ഉണ്ടോ? Do you have card payment? Do you have card payment? അപ്പൊ അയാൾ പറയാണ്, കാർഡ് പേയ്മെന്റ് ഉണ്ട്. Yes, we have card payment. അത് കൗണ്ടറിൽ അവൈലബിൾ ആണ്. അപ്പോ that is available on counter. കൗണ്ടറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ കൗണ്ടർ എന്നാ പറയുള്ളൂ. ദാറ്റ് ഈസ് അവൈലബിൾ ഓൺ കൗണ്ടർ. അത് കൗണ്ടറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പൈസ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരു സംഭവം അയാളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളിത് ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്ത് തരുമോ? നിങ്ങളിത് ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്ത് തരുമോ ചോദിക്കാണ്. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് റാപ്പ് ചെയ്യാറുണ്ടോ? ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്യാറുണ്ടോ? Do you wrap this gift items on wrap paper? അതിന്റെ പേരാണോ? നിങ്ങള് റാപ്പ് പേപ്പറിൽ ഗിഫ്റ്റ് ഐറ്റം റാപ്പ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ അയാൾ പറയും, യെസ്, ഞങ്ങള് നല്ല ഗോൾഡൻ ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് ഇത് പൊതിയാറുണ്ട്. കൂട്ടത്തിൽ ഞങ്ങൾ അതിന്റെ മുകളിൽ ഒരു ടൈ വെച്ചിട്ട് കെട്ടാറുണ്ട് എന്ന് പറയണം. അപ്പോ യെസ്, we wrap these gift items with color paper. With beautiful color papers and tie. We tie. അല്ലെങ്കിൽ we provide the tie എന്ന് വേണമെങ്കിൽ പറയാം. Okay, we provide the tie. ആ ഗിഫ്റ്റിന്റെ മുകളിൽ on the top of the gift. അതിന്റെ മുകളിൽ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കെട്ടാറുണ്ട് കേട്ടോ. ടൈ വെച്ച് കെട്ടാ. അതിന്റെ മുകളിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഓൺ ദ ടോപ്പ് എന്ന് കൊടുത്ത് കേട്ടോ. അപ്പൊ നമ്മൾ ടോപ്പ് എന്ന് പഠിച്ചു, വിത്ത് ടൈ എന്ന് പറഞ്ഞു അല്ലെ? വിത്ത് ടൈ കൊണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ യൂസേജസ് വരുന്നത്. അവിടെ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. നമ്മൾ ആ സാധനം വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ക്യാഷ് പേ ചെയ്തു. ഓക്കെ, ക്യാഷ് പേ ചെയ്ത് ആ സാധനം മേടിച്ചു. അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു. ഗിഫ്റ്റ് ഒക്കെ അയാൾ പാക്ക് ചെയ്ത് തന്നു. അപ്പൊ നമ്മള് അതെല്ലാം പിടിച്ച് നമ്മുടെ കാറിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോ I walked towards the car. I walked towards my car. എൻ്റെ കാറിന്റെ അടുത്തേക്ക്, എൻ്റെ കാറിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നതിനാണ് ടുവേർഡ്സ് എന്ന് പറയാം കേട്ടോ. ഇനി അതിന്റെ അടുത്തേക്ക് പോയി എന്നുള്ള ടു വെച്ചിട്ട് നമുക്ക് പറയാം. ടുവേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലക്ഷ്യം വെച്ച് നമ്മൾ നടക്കുന്നതിനാണ് ടുവേർഡ്സ് എന്ന് പറയാം. ചിലവരെ മനസ്സിലുണ്ടല്ലോ ഈ കോൺവെർസേഷൻ പറയുമ്പോ, ആ സെന്റൻസ് പറയുമ്പോ മനസ്സിൽ എന്തുണ്ടാവും? ആ ഫീൽ ഉണ്ടാവും. അതുണ്ടാവും.
അത് എല്ലാവർക്കും ചിലപ്പോ ഉണ്ടാവാം, അതുണ്ടാവണം. അല്ലെങ്കിൽ ചിലർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറയുന്ന ഓരോ സെന്റൻസും അത് അതുപോലെ തന്നെ പറയണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ആശയം കൃത്യമായിട്ട് കിട്ടിയാൽ മതി. നമുക്ക് അവിടെ ഏത് വാക്കും വെച്ച് റീപ്ലേസ് ചെയ്യാം, അതുപോലെ എങ്ങനെയും പറയാം, അതൊന്നും പ്രശ്നമല്ല. അപ്പൊ മിൽക്കുട്ടി ഇന്ന് നമ്മൾ കുറേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ഏതായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കോമെന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.